നമ്മുടെ പുതിയ യാത്രയുടെ ഭാഗമായി നമ്മൾ ഇന്ന് ട്രിവാൻഡ്രം സൂവിലാണ് എത്തിയിരിക്കുന്നത്. ആദ്യം തന്നെ നമ്മൾ കാണാൻ പോയത് അക്വേറിയമാണ്. അക്വേറിയത്തിലെ കാഴ്ചകൾ വളരെ മനോഹരമായിരുന്നു. വിവിധ ഇനം മീനുകളൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റി. അക്വേറിയത്തിന് ടിക്കറ്റ് വില വെറും 20 രൂപ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കണ്ടില്ലേ ഗൈസ്, നല്ല മനോഹരമായ മീനുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീന്തി തുടിക്കുന്നത് കാണാൻ എന്ത് രസമാണ്. വിവിധ കളറുകളിലുള്ള മീനുകളെ നമ്മൾ കണ്ടു. പിന്നെ മനോഹരമായ കാഴ്ചകൾ അവിടെ മുഴുവൻ ഉണ്ടായിരുന്നു. നമ്മൾ 2 പ്രാവശ്യം അതിനകത്ത് കറങ്ങി കണ്ടു. പിന്നെ നമ്മൾ പുറത്തൊന്നും കണ്ടിട്ടില്ലാത്ത വിവിധ ഇനം മീനുകൾ അവിടെ ഉണ്ടായിരുന്നു. 20 രൂപ ടിക്കറ്റിന് എന്തായാലും അത് മുതലായി. അതാണ് ഏറ്റവും വലിയ സത്യം. ഓരോ മീനുകളെ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയായിരുന്നു എൻ്റെ ജോലി. ചില മീനുകളൊന്നും നമ്മളെ മൈൻഡ് പോലും ചെയ്യുന്നില്ല, എന്നാൽ ചിലതൊക്കെ നമ്മുടെ അടുത്ത് വരുന്നുണ്ടായിരുന്നു. കണ്ടില്ലേ, ചെറുതും വലുതുമായ ധാരാളം മീനുകൾ അതിനകത്തുണ്ട്. അതുകൊണ്ട് അവിടെ പോകുന്നവരാരും അക്വേറിയം മിസ്സാക്കരുത്. ഇതിൽ ആ പിങ്ക് കളറാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായ മത്സ്യം. പിന്നെ ഒരു മത്സ്യകന്യകയുടെ ഫോട്ടോ ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ ഏഞ്ചൽ ഫിഷ് ആണ്. നല്ല വെറൈറ്റി കളേഴ്സ് ഏഞ്ചൽ ഫിഷ് ഉണ്ട്. എന്തായാലും അതിനകത്തെ കാഴ്ചകളെല്ലാം വളരെ മനോഹരമാണ്. അവിടെ പോകുന്ന നിങ്ങളെല്ലാവരും അത് അക്വേറിയം മിസ്സാക്കാതെ കാണണം. ഇത് തൂവൽ മത്സ്യമാണ്. അതിൻ്റെ ചിറകുകൾ കാണാൻ വളരെ മനോഹരമായിരുന്നു. ഇതാണ് അതിൻ്റെ മൊത്തത്തിലുള്ള ഒരു വ്യൂ. ഓരോന്നും സെപ്പറേറ്റ് ഇങ്ങനെയാണ് വെച്ചേക്കുന്നത്. ഞാൻ ഗ്ലാസ്സിൽ ടച്ച് ചെയ്യാൻ പാടില്ല എന്ന് പ്രത്യേകം നോട്ടീസ് വെച്ചിട്ടുണ്ടെങ്കിലും വരുന്നവരും പോകുന്നവരും എല്ലാവരും ആ ഗ്ലാസ്സിൽ ടച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. കൊള്ളാല്ലേ? എന്തായാലും അക്വേറിയം വളരെ അടിപൊളിയായിട്ടുണ്ട്. അക്വേറിയം കണ്ടു കഴിഞ്ഞാൽ അടുത്ത് നമ്മൾ സൂ കാണാനായിട്ട് പുറത്തേക്ക് പോയതാണ്. ഓരോ മരങ്ങളിലും അത് ഏത് തരം മരമാണെന്നും ഫുൾ ഡീറ്റെയിൽസ്, അതെന്തിന് യൂസ് ചെയ്യുന്നു, അതിൻ്റെ ഇലയും ഒക്കെ എന്തിന് യൂസ് ചെയ്യുന്നു എന്നൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. അതൊരു പുതിയ തരം അറിവ് നൽകുന്നതായിരുന്നു. ആദ്യം നമ്മൾ കണ്ടത് കാട്ടുപോത്തിനെയാണ്. അവരാരെയും മൈൻഡ് ചെയ്ത് അതിൻ്റെ ആഹാരവും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറേ പേരൊക്കെ കിടന്ന് കൂകി വിളിക്കുന്നുണ്ടെങ്കിലും അതൊന്നും അവരെ മൈൻഡ് ചെയ്യുന്നേ ഇല്ല. അവിടെ ഒരു കുരങ്ങൻ കിടന്ന് ഉറങ്ങുന്നത് കണ്ടോ? നല്ല തിരക്കുണ്ടായിരുന്നു അത്യാവശ്യം. പിന്നെ ഒരു കുരങ്ങൻ കിടന്ന് മരത്തിൽ കിടന്ന് സുഖമായിട്ട് ഉറങ്ങുന്നതാണ് നിങ്ങൾ കണ്ടത്. അതിൻ്റെ മുകളിലും കിടന്ന് ഒരാൾ നല്ല സുഖം ഉറക്കമാണ്. നമ്മൾ പോയപ്പോൾ എന്തോ ആരും മൈൻഡ് ചെയ്യുന്നില്ല, എല്ലാവരും ഉറക്കം. വെള്ളറിയ എന്നാണ് ഇതിൻ്റെ പേര്. പിന്നെ ഒരു മൂങ്ങയാണ് കേസ്. അത് മൂങ്ങ എന്നാണ് തോന്നുന്നത്. മൂങ്ങ തന്നെയാണ്. ചില പക്ഷികളെല്ലാം നല്ല വ്യത്യസ്തമായിട്ട് നമ്മൾ ആകർഷിക്കുന്ന രീതിയിലുള്ളതാണ്. അതിൻ്റെ തൂവലുകളുണ്ട്. 2 തൂവൽ മാത്രം വളരെ വലുത്. ഒരാളിവിടെ ഭയങ്കര ഫുഡ് കഴിക്കാനുള്ള തിരക്കിലാണ്, ഒരാൾ മുകളിൽ കയറി ഇരിക്കുകയാണ്, ആരെയും മൈൻഡ് ചെയ്യുന്നില്ല. കുറേ പച്ച തത്തകളുണ്ടായിരുന്നു.
പിന്നെ അത് സൺകുനിയോറാണ്. നല്ല മനോഹരമായ തത്ത. കൊള്ളാല്ലേ? എല്ലാവരും വഴികളിലൂടെ കാഴ്ചകൾ കണ്ട് കണ്ട് അങ്ങ് നടക്കുക. കഴുകനാണ് ഗൈസ് അത്. പാവം, ഇത് മാത്രം ഫോട്ടോ എടുക്കാൻ വേണ്ടി എല്ലാവർക്കും നിന്നാണ്. അവസാനം എല്ലാവരും കൂടെ ഫോട്ടോ എടുത്തപ്പോൾ നൈസായിട്ട് അങ്ങ് തിരിഞ്ഞ് നിൽക്കുകയാണ്. പിന്നെ ഇതാണ് നമ്മുടെ മുതല. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും വെള്ളത്തിൻ്റെ അടിയിൽ പോവുകയും ചെയ്തു. ഒരാമയെ മാത്രം പിന്നെ ബാക്കിൽ നിന്ന് വന്നവർക്കൊക്കെ കാണാനായിട്ട് പറ്റി. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു വ്യൂ ആണ്. കൊള്ളാല്ലേ? കുറേ പേര് റെസ്റ്റ് ചെയ്യുന്നുണ്ട്, കുറേ പേര് കുളിക്കുന്നു, കുറച്ച് പേര് ഫുഡ് കഴിക്കുന്നു. ഇനി ഇത് നമ്മുടെ മീനുകളാണ് ഗൈസ്. അവയെ കാണാനും കുറേ പേര് ചെന്ന് നിന്ന് ഞാനും കൂടെ പോയി നിന്നു. ഒരേ ഒരു കരടി അങ്ങോട്ടും ഇങ്ങോട്ടും ഫുഡ് കഴിച്ചിട്ട് എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കൊള്ളാല്ലേ? കുറച്ച് കഴിഞ്ഞാൽ അതിങ്ങ് താഴോട്ട് ഇറങ്ങി വന്നായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ആ വെയിലത്തൂടെ ചെന്ന് നടക്കുകയാണത്. മുകളിൽ ഒരാൾ ഇരിപ്പുണ്ട്, ഒരാൾ താഴെ, ഒരാൾ മുകളിൽ. നമ്മുടെ കാട്ടിലെ രാജാവ് നല്ല സുഖനിദ്രയിലാണ്. പ്രത്യേകം അതിന് കിടക്കാനുള്ള സെറ്റപ്പൊക്കെ അവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കണ്ണു പോലും തുറന്നു നോക്കിയില്ല. അത് നമ്മുടെ ഹിപ്പോപ്പൊട്ടാമസ്. മാനാണിതൊക്കെ. വിവിധ ഇനം മാനുകളുണ്ടായിരുന്നു. പുള്ളിമാൻ, കലമാൻ. ഇതെല്ലാം കണ്ടുകൊണ്ട് നടക്കാൻ നല്ല രസമാണ്. സമയം പോണത് അറിയില്ല. ഏകദേശം 2-2.5 മണിക്കൂറിൽ കൂടുതൽ നമ്മൾ അതിനകത്ത് ചെലവഴിച്ചു. അതെല്ലാം യമുവാണ്. കൊള്ളാല്ലേ? നിങ്ങളെല്ലാവരും ഇവിടെ പോയി കാണണം. കുഞ്ഞു പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് കാണാൻ നല്ല ഇൻട്രസ്റ്റ് ആയിരിക്കും. കണ്ടില്ലേ ഒരു പാവമാൻ? ആഹാരമൊക്കെ കഴിച്ച് അങ്ങനെ നല്ല ഫ്രീ ആയിട്ട് നടക്കുകയാണ് അതിനകത്തൂടെ. പക്ഷെ കൊള്ളാം. ഇത് നമ്മുടെ നരിയാണ്. ഞാനത് ആ കൂടിനകത്തുണ്ടെന്ന് പറഞ്ഞ് അതിനകത്ത് സൂക്ഷിച്ച് നോക്കിയിട്ടും കണ്ടില്ല. ഇന്ന് വെറൈറ്റി പക്ഷികള്, മാൻ, പാരറ്റ്സ്. മുള്ളൻപന്നി ധാരാളം ഉണ്ടായിരുന്നു. ചിത്രശലഭത്തിന്റെ ഇതെന്ന് പറഞ്ഞിട്ടാണ് പോയത്. അവിടെ ഒരു ബട്ടർഫ്ലൈ പോലെ ഞാൻ കണ്ടില്ല. ധാരാളം വെറൈറ്റി പൂക്കളൊക്കെ അതിനകത്തുണ്ടായിരുന്നു. പക്ഷെ ബട്ടർഫ്ലൈസ് എന്തോന്നും കണ്ടില്ലായിരുന്നു. കൊള്ളാല്ലേ? അതിനകത്തിന് ഒരു ചെറിയൊരു വെള്ളച്ചാട്ടം പോലെയൊക്കെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ കാണാൻ നല്ല രസമുണ്ട്. ആ വ്യൂ ഒക്കെ. നടന്നു പോകാനുള്ള പാലം, അതിലെ കൂടെയൊക്കെ നടക്കാൻ നല്ല രസമുണ്ട്. ഇതൊരു ഒട്ടൊക്കെ പക്ഷിയാണ്. അതിൻ്റെ പുറത്ത് വയലറ്റ് കളർ. പിന്നെ ഇതാ ഒരാൾ കിടക്കണണ്ട. കുറേ നേരം നോക്കിയിട്ട് സ്റ്റാച്ചു പോലെ തന്നെ അങ്ങനെ കിടക്കണം. ഒരു ആമ. അതിൻ്റെ ഒരു ചിറക് ഒറിജിനലാണോ എന്തോ.
പിന്നെ ഉരകങ്ങളൊന്നും ഫോട്ടോ എടുക്കാൻ സമ്മതിക്കില്ല. നല്ല മനോഹരമായ മൈലിനെ കണ്ട് ഞങ്ങളുടെ യാത്ര അവസാനിച്ചു.